Morning. Today we are discussing cost of preference share capital. Cost of preference share capital. We know that preference share capital means the preferential right in respect of repayment of capital and payment of dividend. We know that there are two types of capital: equity share capital and preference share capital. Preference share carry a fixed rate of dividend. പ്രിഫറൻസ് ഷെയർസിന് ഫിക്സ്ഡ് റേറ്റ് ഡിവിഡൻ്റ് ആയിരിക്കും. ഇപ്പം 10% ആണെങ്കിൽ എത്രയാണോ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ അതിൻ്റെ 10% അതായിരിക്കും അതിൻ്റെ റേറ്റ്. ഡിവിഡൻ്റ് റേറ്റ് ലാഭം കിട്ടിയാൽ 10% എന്ത് ചെയ്യും, ക്യാപിറ്റലിൻ്റെ 10% ഡിവിഡൻ്റ് കൊടുക്കും. ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർസിൻ്റെത് ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കില്ല. എത്രയാണോ പ്രോഫിറ്റ് ബാക്കിയുള്ളത് അത് മൊത്തം ആരുടേതാണ്? ഇക്വിറ്റി ഷെയർസിൻ്റെതാണ്. പ്രിഫറൻസ് ഷെയർസിൻ്റെത് അങ്ങനെയല്ല. എത്രയാണോ ഉള്ളത് എത്രയാണോ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് അതായിരിക്കും കൊടുക്കുക. ഇറ്റ് ഈസ് എ പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഡിവിഡൻറ്റ് ഈസ് പെയ്ഡ്. ഇക്വിറ്റി ഷെയർസിന് കൊടുക്കുന്നതിന് തന്നെ ആയിരിക്കും കൊടുക്കും, പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കും. ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. എപ്പോഴാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ ടൈമിന് തന്നെ എത്രയാണ് റേറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യും. ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് ദ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ ദ നെറ്റ് പ്രൊസീഡ് ഇൻ ദ ഇഷ്യൂ ഓഫ് ദ പ്രിഫറൻസ് ഷെയർസ്. ഇതാണ് ഇക്വേഷൻസ് വരുന്നത്. കോസ്റ്റ് ഓഫ് ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. രണ്ട് രീതിയിലുള്ള പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റുകൾ കാണണം. ഒന്ന് ഇർറിഡീമബിൾ, റിഡീം ചെയ്യാത്തതും, മറ്റൊന്ന് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. രണ്ട് കേസാണ് വരുന്നത് ഇവിടെ. ഇവിടെ ടാക്സിന് എന്തില്ല, പ്രശസ്തിയില്ല. കാരണം ടാക്സ് കൊടുത്തതിന് ശേഷമാണ് എന്ത് വരിക, ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഏതിന് കിട്ടില്ല, പ്രിഫറൻസ് ഷെയറിൻ്റെ കിട്ടില്ല. അതേപോലെ ഇക്വിറ്റി ഷെയർസിന് ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. ഇവിടെ നോക്കാം. ഡി പി ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു 100. കെ പി സിക്കൽ കെ പി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. ഡി പി എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റാണ്. ഡി പി പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻ്റാണ്. എൻ ബി എന്ന് നെറ്റ് പ്രൊസീഡ് ഫ്രം ദ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. എന്തെങ്കിലും ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അന്ന് കുറക്കണം, നെറ്റ് പ്രൊസീഡ്സിന്ന് കുറക്കണം. അതായത് എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ന് കുറക്കാം. 2 lakh ആണ് എന്ത്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും 10,000 ഉണ്ടെങ്കിൽ അതിൻ്റെ അന്ന് ഡിഡക്റ്റ് ചെയ്യാം. അതേപോലെ ഇഷ്യൂ ചെയ്യുമ്പോൾ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നെറ്റ് പ്രൊസീഡ് ഉണ്ടാകും. ഇനി കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. റിഡീം ചെയ്യുന്നത്, റീപേയ്മെൻറ്റ് കൊടുക്കുന്നത് നിശ്ചിത പീരീഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ റീപേയ്മെൻറ്റ് നടത്തും. പ്രിഫറൻസ് ഷെയർസിൻ്റെ അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ ചെറിയ മാറ്റം വരും. ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ ബി ഡിവൈഡഡ് ബൈ ഹാഫ് ഇൻറ്റു ആർ വി പ്ലസ് എൻ ബി ഇൻറ്റു 100. ആർ വി എന്ന് പറഞ്ഞാൽ റിഡീമബിൾ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. എൻ ബി അറിയാം, നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഡി പി എന്നറിയാം, ഡി പി എന്താ, പ്രിഫറൻസ് ഷെയർ ഡിവിഡൻ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. നോക്കാം, അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. കമ്പനി ഇഷ്യൂഡ് 20,000 5% പ്രിഫറൻസ് ഷെയർസ് ₹100 ഈച്ച്. പ്രിഫറൻസ് ഷെയർസിന് 100 ഈച്ചാണ്, 100 രൂപ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി 20,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. 5% ആണ് എന്ത്, അതിൻ്റെ ഡിവിഡൻഡ് റേറ്റ്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ 2 per ഷെയർ. ഓരോ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെ എക്സ്പെൻസ് എത്ര വന്നിട്ടുണ്ട്, 2 രൂപ വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ദ ഷെയർസ് ആർ ഇഷ്യൂഡ്. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇത് ഇർറിഡീമബിളാണ്, റിഡീം ചെയ്യാത്തതാണ്. അപ്പോൾ കാണാൻ എളുപ്പമാണ്. ഇക്വേഷൻ ഡി പി ഡിവൈഡഡ് ബൈ എൻ ബി ഇൻറ്റു 100. ഇതിൻ്റെ
ഡിവിഡൻഡ് റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 20,000 പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നിൻ്റെ വില എത്രയാണ്? 100 ആണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 20 lakh ഉണ്ടാവും. 20 lakh ആണ് എന്ത് വരുന്നത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. അത് പാർ വാല്യൂലുള്ള കാണണം, പ്രീമിയത്തിലുള്ള കാണണം, ഡിസ്കൗണ്ടിലുള്ള കാണണം. അപ്പോൾ 20 lakhൻ്റെ എത്ര ശതമാനമാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? 5%. അപ്പോൾ 20ൻ്റെ 5% എത്രയാണ്? 1 lakh ആണ്. ഡിവൈഡഡ് ബൈ 20 lakh. നെറ്റ് പ്രൊസീഡ്സ് 20 lakh ആണ്. അതേപോലെ അതിൻ്റെ കോസ്റ്റ് അതിൻ്റെ അത് മൈനസ് ചെയ്യണം. കോസ്റ്റ് എങ്ങനെയാണ് മൈനസ് ചെയ്യുക? കോസ്റ്റ് എത്ര വരിക? 2 per share എന്ന് പറയുന്നുണ്ട്. 2 per share. ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 20,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ 20,000 ഇൻറ്റു 2 40,000. ഇതിൻ്റെ ഒന്ന് ലെസ് ചെയ്യണം. ഇപ്പം ഡി പി ഡിവൈഡ് ബൈ എൻ ബി 1 lakh ഡിവൈഡഡ് ബൈ 19,600 അല്ലേ? 19,60,000 ഇൻറ്റു 100. അപ്പോൾ 5.1% കിട്ടും. ഇനി അടുത്ത കേസിൽ വരുന്നത് ഡി പി ഡിവൈഡഡ് എൻ ബി ഇൻറ്റു 100 ആണ്. ഇവിടെ ഡി പി ഇത്ര തന്നെയാണ്. രണ്ടാമത്തെ ബി കേസ് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 lakh ആണ് അതിൻ്റെ ഡിവിഡൻഡ്. 20 lakh പ്രീമിയത്തിൽ എത്രയാണ് പ്രീമിയം? 10%. അപ്പോൾ 20 lakhൻ്റെ 10% 2 lakh. അപ്പോൾ 20 lakh പ്ലസ് 2 lakh പ്രീമിയം ആഡ് ചെയ്യണം. അതിൻ്റെ എക്സ്പെൻസ് എത്ര തന്നെയാണ്? 40,000. മൈനസ് ചെയ്താൽ 1 lakh ഡിവൈഡഡ് ബൈ 21,60,000 ഇൻറ്റു 100 4.63 കിട്ടും. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ട്. ആദ്യത്തിലാണ് 5.1 ആണ്, ഇവിടെ 4.63 ആണ്. കാരണം എന്താ? പ്രീമിയത്തിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുകയാണ്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു. ഇവിടെ ഡിവിഡൻഡ് 1 lakh ആണ്. കാരണം 5% ആണ് ഇവിടെ വരുന്നത് ഡിവിഡൻഡ് റേറ്റ് വരുന്നത്. 20 lakh ആണ്. ഡിസ്കൗണ്ട് 5% ആണ്. അപ്പോൾ 20 lakhൻ്റെ 5% 1 lakh ആണ് എന്ത് വരുന്നത്? ഡിസ്കൗണ്ട്. അത് മൈനസ് ചെയ്യണം. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് ഇഷ്യൂ എത്രയാണ്? 2 per share ആണ്. 40,000 ലെസ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ആൻസർ 5.38 കിട്ടും. ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടി. കാരണം എന്താ? ഇവിടെ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.